ബൽറാം, ഗുഡ് മോർണിംഗ് അഗെയിൻ. നമ്മുടെ രാജ്യ തലസ്ഥാനത്ത് നിന്ന് എന്തൊക്കെ വാർത്തകൾ പ്രതീക്ഷിക്കാമെന്ന്? വെരി ഗുഡ് മോർണിംഗ് ക്രിസ്റ്റീന. ഇന്ന് പ്രധാനമായും കേരളത്തെ സംബന്ധിച്ചിടത്തോളം PM ശ്രീ പദ്ധതിയുമായി ബന്ധപ്പെട്ടുള്ള തുടർ പ്രതികരണങ്ങൾ ഡൽഹിയിൽ നിന്ന് ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനം എന്നുള്ളത് ഈ CPIയുടെ ദേശീയ എക്സിക്യൂട്ടീവ് യോഗം ഇന്ന് ഡൽഹിയിൽ ചേരുന്നുണ്ട്. കഴിഞ്ഞ ദിവസം ചേർന്ന ദേശീയ സെക്രട്ടേറിയറ്റ് യോഗത്തിൽ കടുത്ത വിമർശനങ്ങൾ സംസ്ഥാനത്തിൻ്റെ ഈ നടപടിക്കെതിരെ ഉയർന്നിരുന്നു. തുടർന്ന് പിന്നീട് CPI ജനറൽ സെക്രട്ടറി D രാജ CPM ജനറൽ സെക്രട്ടറി MA ബേബിക്ക് ഇതുമായി ബന്ധപ്പെട്ട കത്ത് എഴുതിയിരുന്നു. കൃത്യമായ പാർട്ടിയുടെ എതിർപ്പ് രേഖപ്പെടുത്തിക്കൊണ്ട് ഇടത് നയം ഓർമ്മപ്പെടുത്തിക്കൊണ്ടാണ് ഈ കത്ത്. ഈ കത്തിനൊരു മറുപടി CPI പ്രതീക്ഷിക്കുന്നുണ്ട്. അതിനനുസരിച്ച് തുടർ നടപടികൾ തീരുമാനിക്കാം എന്നാണ് ദേശീയ സെക്രട്ടേറിയറ്റ് യോഗത്തിൽ എടുത്തിരിക്കുന്ന ഒരു ധാരണ. ഇതോടൊപ്പം തന്നെ MA ബേബിയെ നേരിൽ കാണാൻ D രാജ ശ്രമിക്കുന്നുണ്ട്. ഇന്ന് MA ബേബി മടങ്ങിയെത്തും ഡൽഹിയിൽ. ഇന്ന് അദ്ദേഹം ഹൈദരാബാദിൽ പരിപാടികൾക്ക് ശേഷമായിരിക്കും ഡൽഹിയിൽ എത്തിയുക. ആ ഒരു സാഹചര്യത്തിൽ ആ കൂടിക്കാഴ്ച ഇന്ന് തന്നെ ഉണ്ടാകാനുള്ള സാഹചര്യമുണ്ട്. നേരിട്ട് കണ്ട് ഇക്കാര്യങ്ങൾ സംസാരിക്കുക എന്നതാണ് CPI ഇതിലൂടെ ലക്ഷ്യം വെക്കുന്നത്. ഒപ്പം തന്നെ ദേശീയ എക്സിക്യൂട്ടീവ് കഴിഞ്ഞ ദിവസം നടന്ന ചർച്ചകൾ ദേശീയ എക്സിക്യൂട്ടീവിൽ റിപ്പോർട്ട് ചെയ്യപ്പെടുകയും ദേശീയ എക്സിക്യൂട്ടീവിൻ്റെ കൂടി അഭിപ്രായം ഈ വിഷയത്തിൽ രേഖപ്പെടുത്തുകയും ചെയ്യും. മറ്റ് അജണ്ടകളിലാണ്, മുൻ നിശ്ചയിച്ച അജണ്ടകളിലാണ് യോഗം ചേരുന്നത്. അത് പാർട്ടി കോൺഗ്രസിന് ശേഷമുള്ള നേതാക്കളുടെ ചുമതലകൾ നിശ്ചയിക്കുക, ബീഹാർ തിരഞ്ഞെടുപ്പ് എന്നുള്ളതാണ് മറ്റ് നേരത്തെ നിശ്ചയിച്ച അജണ്ടകൾ. ഇതോടൊപ്പം തന്നെയാണ് കഴിഞ്ഞ ദിവസം ജമ്മു കശ്മീരിലെ രാജ്യസഭാ തിരഞ്ഞെടുപ്പ് നടന്നിരുന്നു. 4 ഒഴിവുകളിലേക്കാണ് തിരഞ്ഞെടുപ്പ് നടന്നിരുന്നത്. അതിൽ 3 നാഷണൽ കോൺഫറൻസ് പ്രതിനിധികൾ തിരഞ്ഞെടുക്കപ്പെട്ടു. ഒരു സീറ്റിൽ വിജയിച്ചത് BJP ആണ്. ഇത് കൂടുതൽ വിവാദങ്ങളിലേക്ക് കാര്യങ്ങൾ പോയേക്കും. നാഷണൽ കോൺഫറൻസിൽ നിന്നും ചൗധരി മുഹമ്മദ് റംസാനെ, സജ്ജാദ് കിച്ലു, ഷമ്മി ഒബ്രോയ് എന്നിവർ തിരഞ്ഞെടുക്കപ്പെട്ടപ്പോൾ BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ സത്പാൽ ശർമ്മയും വിജയിച്ചിട്ടുണ്ട്. BJPക്ക് 28 സീറ്റുകൾ മാത്രമാണ് ജമ്മുകശ്മീർ നിയമസഭയിലുള്ളത് എന്നിരിക്കെ 32 സീറ്റുകളാണ് സത്പാൽ ശർമ്മയ്ക്ക് ലഭിച്ചിരുന്നത്. അതായത് ക്രോസ് വോട്ടിംഗ് നടന്നു എന്നത് വിവാദമായി ഉയർന്നു വരാനുള്ള സാധ്യതയുണ്ട്. നേരത്തെ 3ാമത്തെ സീറ്റ് കോൺഗ്രസിന് വാഗ്ദാനം ചെയ്തിരുന്നു NC. എന്നാൽ വിജയിക്കുമെന്ന ഉറപ്പുള്ള സീറ്റിൽ മാത്രമേ മത്സരിക്കൂ എന്ന നിലപാട് കോൺഗ്രസ് എടുത്ത് അതോടെയാണ് NC 4 സ്ഥാനാർത്ഥികളെയും NC തന്നെ തെരഞ്ഞെടുപ്പിൽ നിർത്തിയത്. ക്രോസ് വോട്ടിംഗ് നടന്ന ഒരു പശ്ചാത്തലത്തിൽ അത് കൂടുതൽ തർക്കങ്ങളിലേക്ക് വഴിവെക്കും. സ്വതന്ത്രരും PDPയും NC സ്ഥാനാർത്ഥിക്ക് പിന്തുണ പരസ്യമായി പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്ന സാഹചര്യമുണ്ട്. ഒപ്പം തന്നെയാണ് ഡൽഹിയിലെ അന്തരീക്ഷ മലിനീകരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൂടുതൽ പ്രത്യേകിച്ച് ഈ അന്തരീക്ഷ മലിനീകരണം തടയുന്നതിനായി ക്ലൗഡ് സീഡിംഗ് അടക്കമുള്ള നടപടികളെക്കുറിച്ച് സർക്കാർ ആലോചിക്കുകയും അതിനുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയാക്കുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ അനുകൂലമായ സാഹചര്യങ്ങൾ, അതായത് ഈ മേഘങ്ങൾ ഇല്ലാത്ത ഒരു സാഹചര്യമാണ് നിലവിൽ ഡൽഹിയിലുള്ളത്. അതുകൊണ്ട് തന്നെ ക്ലൗഡ് സീഡിംഗ് സാധ്യമല്ല. അതിനനുകൂലമായ ഒരു സാഹചര്യം കാത്തിരിക്കുകയാണ് എന്നാണ് സർക്കാർ അറിയിക്കുന്നത്. മലിനീകരണം അതിരൂക്ഷമായി തുടരുന്നു. അത് പ്രധാനമായും അയൽ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള കർഷകർ കാർഷിക അവശിഷ്ടങ്ങൾ കത്തിക്കുന്നതാണ് ഇതിന് കാരണമായി വിലയിരുത്തപ്പെടുന്നത്. ഇത് തടയാനുള്ള നടപടികളും ഒപ്പം തന്നെ ഈ അന്തരീക്ഷ മലിനീകരണം നിയന്ത്രിക്കാനുള്ള മറ്റ് കാര്യങ്ങളും ഇന്ന് ചർച്ചയാകും. ക്രിസ്റ്റീന. ശരി, ഡൽഹിയിൽ നിന്ന് ചേർന്നത് ബൽറാം നെടുങ്ങാടിയാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.